തിരുവനന്തപുരം പോത്തങ്കൂർ ലൊക്കേഷനിൽ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് 4.25 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും കൂടാതെ 2 ബാൽക്കണികളും 2 കാറുകൾക്കും പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 76 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതൊരു ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടാണ്, അതായത് കിഴക്ക് ദർശനത്തോടു കൂടിയ വീടാണ്. ഇവിടെ മുറ്റം മുഴുവനായി ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ് 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലും ആണ്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6x4 സൈസുള്ള വെർട്ടിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് വരാം. ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്, അതും പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ഒരു വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് എല്ലാം ലെഗ്രൻ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് ഫുള്ളി പ്രൊഫൈൽ ചാനൽ യൂസ് ചെയ്തിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പ്രോ ലിഫ്റ്റ് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫുള്ളായിട്ട് ഒരു ബോർഡർ ഒരു വുഡൻ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി TV യുടെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും WPC പാനൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോയിന്റ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ TV യുടെ താഴെയായിട്ടും ഫുള്ളി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് 6x4 സൈസുള്ള വെർട്ടിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ജാഗ്വർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടാപ്പും അതുകൂടാതെ വാഷ് ബേസിന് യൂസ് ചെയ്യുന്ന ജാഗ്വർ തന്നെയാണ്. ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയും കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് DB കൊടുത്തിട്ടുണ്ട്. പുറമെ വി ഗാർഡാണ്. അകവേ നോക്കുകയാണെങ്കിൽ ഫുള്ളി വി ഗാർഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഫോയറിൽ നിന്ന് കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ആർച്ച് പോലെ ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മൾ നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരുവാണ്. ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് WPC ആണ്. അതുകൊണ്ട് ഉളുത്ത് പോകുന്നത് യാതൊരു പേടിയും വേണ്ട. ഫുള്ളി WPC യൂസ് ചെയ്തിരിക്കുന്നത്. ഫേബറിൻ്റെ ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബേസ് ക്യാബിനറ്റിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടെയ്നറൊക്കെ യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ കട്ട്ലറി സ്പേസ് ഉണ്ട്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. താഴെ അതുപോലെ തന്നെയാണ്. ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. ഇവിടെ സിങ്കും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട്. അവിടെ വർക്ക് ഏരിയ ചെയ്ത് തരുന്നതാണ്. പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ലാബ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്ലാബ് കാണാം. ഇനി ഇവിടെ ഫുള്ളായിട്ടും ഷീറ്റ് ചെയ്ത് തരുന്നതാണ്. ഫുള്ളി കവർ ചെയ്ത് കവേർഡാക്കി തരുന്നതാണ്. ഇവിടെ ആ ഭാഗത്തേക്കും സ്പേസ് ഉണ്ട്. ഇവിടെ നനകല്ല് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെർട്ടിഫൈഡ് ടൈലാണ്. മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡ്രസ്സിംഗ് ഏരിയ ഒഴികെയുള്ള ഈ ഒരു റൂമിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ 13 അടി നീളവും 12 അടി വീതിയും വരുന്ന റൂമാണ്. വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുള്ള വാർഡ്രോബാണ്. താഴെ അതുപോലെ തന്നെയാണ്. അവിടെ ഇനി ഹാങ്ങിങ് റോഡും കൊടുക്കാനുണ്ട്. അതെല്ലാം ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. ഇനി ഇവിടെ ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഒരു പ്രത്യേകിച്ചൊരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു ഫ്ലൂട്ടഡ് പാനൽ പോലുള്ള പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെയും പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മിററും കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിൽ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സ് ആണ്. ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിന് യൂസ് ചെയ്തിരിക്കുന്ന ജാഗ്വർ എന്ന ബ്രാൻഡ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിലും നല്ല സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. മുകളിലും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെയാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കായിട്ട് ഷെൽഫും വരുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് 2 ബെഡ്റൂമിലുണ്ട്. ഈ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് മിററിൻ്റെ സാധനം വരുന്നത്. ഇനി നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ്. ഇവിടെയും ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 2 ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ റെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിൽ മൊത്തത്തിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ഹാൻഡ് റെയിൽസ് കാണാം. ടഫൺ ഗ്ലാസോ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ നേരെ വരുന്നത് അപ്പർ ലോഞ്ചിലേക്കാണ്. അപ്പർ ലോഞ്ചിലേക്ക് വരും മുകളിലായിട്ട് സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് 4 പർഗോകൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള അപ്പർ ലോഞ്ചാണ്. ഇവിടെയും ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ വിൻഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫ്രഞ്ച് വിൻഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലേക്ക് വരാം. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ടതുപോലത്തെ റൂം തന്നെയാണ്. ഇവിടെയും 13-12 സൈസുള്ള റൂം തന്നെയാണ്. ഇവിടെയും ഫ്രഞ്ച് വിൻഡോനെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് എങ്ങനെയാണോ അതുപോലത്തെ വാർഡ്രോബ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ആ ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ നേരെ വരുന്ന ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ്. അതുകൂടാതെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡബിൾ ഡോർ കൊടുത്തുകൊണ്ടാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. നേരെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത് വലിയൊരു ബാൽക്കണിയിലേക്കാണ്. ഇവിടെ ആയിട്ട് ഒരു റിങ് പോലെ ഒരു എയർ വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ബാൽക്കണിയിലേക്ക് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫ് ആൻഡ് ഗ്ലാസും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും റിങ് കൊടുത്ത് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇവിടെ ഒരു 4-വേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഫുള്ളി WPC ഇരിക്കുകയാണ്. അതിനകത്തായിട്ട് കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അതുപോലെ തന്നെയാണ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാൽക്കണി അല്ലാതെ കോമൺ ബാൽക്കണിയുണ്ട്. നമ്മൾ നേരെ ഇനി അപ്പർ ലോഞ്ചിലേക്ക് വരികയാണെങ്കിൽ അപ്പർ ലോഞ്ചിൽ നിന്ന് ഇടത്തേക്ക് പോയി, അതായത് ലോഞ്ചിൽ നേരെ വരുന്നത് കോമൺ ബാൽക്കണിയിലേക്കാണ്. അതോ ഈ ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ വരുന്നത് ഒരു കോമൺ ബാൽക്കണിയാണ്. ഇവിടെയും എയർ വെന്റിലേഷന് വേണ്ടിയിട്ട് ആ റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 4-വേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണി നോക്കുകയാണെങ്കിൽ ഇത് ഫോയർ കഴിഞ്ഞാൽ നേരെ ഒരാളിന് ഇത്രയും നീളത്തിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇത്രയും ദൂരത്തിൽ നിൽക്കാൻ പറ്റുന്നതാണ്. അത്രയും വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 4-വേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 4ാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും മുകളിലായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് വലിയ വിൻഡോസ് തന്നെയാണ്. ഇവിടെയും നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫുഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫുള്ളി ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവർട്ടറും കൊടുത്തിട്ടുണ്ട്. ജാഗ്വാർ തന്നെയാണ്. പിന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനെല്ലാം ജാഗ്വാർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഓപ്പൺ ടെറസ് കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ ഓപ്പൺ ടെറസ് ഏരിയ. ഓപ്പൺ ടെറസ് കൂടാതെ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പർഗോള കൊടുത്തിരിക്കുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഹാൻഡ് റെയിൽസ് എല്ലാം GA ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ റൂഫ് ടോപ്പ് ഏരിയ. ഫുള്ളി വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അശ കെട്ടാൻ വേണ്ടിയുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സമയം എന്നുള്ള കൃത്യം 6:09, അതായത് 6:10 സമയം. പുറകിലായിട്ട് പടിഞ്ഞാറ് കൃത്യമായി കാണാൻ പറ്റുന്നതാണ് സൂര്യനെ. നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീട് തന്നെയാണ്. ഇവിടെ ആയിട്ട് പർഗോളയുടെ ഗ്ലാസ് കാണാം. ഇവിടെ വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പ്രഷറും കിട്ടുന്നതാണ്. അതിൽ കയറിപ്പോകാൻ വേണ്ടി ചെറിയൊരു ഏണി പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ബിൽഡറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 2 വീടുകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു ക്വാളിറ്റി ബിൽഡറാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്നുള്ളത് 76 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.